ഇവിടെ ഈ കറവൂർ പ്രദേശത്ത് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ വളരെ തുടർച്ചയായി വരികയും ജനജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് അവ കൃഷിയിടങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഈ ആനകളെ ഉൾവനത്തിലേക്ക് മടക്കി അയക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. ഇവിടെ ഈ അല്ലിമുക്കിൽ നിന്ന് ആരംഭിക്കുന്ന കറവൂരിലേക്ക് പോകുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ഉള്ള ഏകദേശം 70 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലുള്ള വനം, ഇതിൻ്റെ ചുറ്റുപാടും ഇതിൻ്റെ 4 വശങ്ങളിലും ജനവാസ മേഖലയാണ്. ആകപ്പാടെ ഇതിൻ്റെ ചെറിയൊരു ഓപ്പണിംഗ് മാത്രമാണ് ഉൾവനത്തിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് കിടക്കാനുള്ളത്. ആ ഓപ്പണിങ്ങിലൂടെയാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ 2 ആനകൾ ഈ ഒറ്റപ്പെട്ട ഈ പ്രദേശത്തേക്ക് ഉൾവനത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയപ്പോൾ ബോധ്യമായത്, ഇതിനെ ഏത് വഴിയിലൂടെയാണോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അതേ വഴിയിലൂടെ തന്നെ ഉൾവനത്തിലേക്ക് മടക്കി അയക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ പ്രായോഗികമായിട്ടുള്ള ഒരു വശം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായി ഈ ആനകളെ നിരീക്ഷിക്കാൻ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട രാവിലെ മുതൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു പ്രോസസ്സ് ആരംഭിച്ചിരുന്നു. അതിൻ്റെ ബാക്കി പത്രമായി രാവിലെ തന്നെ 2 കൊമ്പനാനകളെ ഉൾവനത്തിൽ കണ്ടെത്തിയിരുന്നു. 4-5 ടീമായിട്ട് തിരിഞ്ഞാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇത് കണ്ടെത്തിയത്. അതിലൊരു ടീമിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് DFOമാരുൾപ്പെടെ എല്ലാവരും കൂടിയാലോചിച്ച് ഇതിനെ ഉൾവനത്തിലേക്ക് കടത്താനുള്ള ശ്രമം ആരംഭിച്ചെങ്കിലും അത് കണ്ണിൽ നിന്ന് അകന്നു പോവുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദൗത്യം ഫലപ്രാപ്തിയിലെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്, വരും ദിവസങ്ങളിൽ ഈ ആനയുടെ ചലനങ്ങൾ നിരീക്ഷിക്കുവാൻ വേണ്ടി ഫോറസ്റ്റിൻ്റെ പ്രത്യേക വിഭാഗത്തെ തന്നെ ചുമതലപ്പെടുത്തും. അവർ തീർച്ചയായിട്ടും ഇതിൻ്റെ ചലനങ്ങൾ നിരീക്ഷിച്ച് ഇതിനെ ലൊക്കേറ്റ് ചെയ്തതിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി 25-ാം തീയതി വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഈ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക എന്നാണ് ഇപ്പോൾ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ തൽക്കാലം ഇന്ന് ഈ മിഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ ഫോറസ്റ്റ് നിർബന്ധമായും ഈ ആനയെ നിരീക്ഷിക്കുകയും 25-ാം തീയതി നമ്മുടെ ഈ മിഷൻ സക്സസ് ആക്കി ഉൾവനത്തിലേക്ക് ആനകളെ 2 കൊമ്പനാനകളെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിനെ മടക്കി അയക്കാനുമാണ് ശ്രമിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ ആനകളുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ടെങ്കിലും നമുക്കത് കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ 5 ടീമായി പല ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞ് നടത്തിയ അന്വേഷണത്തിൽ 2 കൊമ്പനാനകളെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. തൽക്കാലം അത് നമ്മുടെ കൺവെട്ടത്തൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലും തീർച്ചയായും അതിനെ കണ്ടെത്തി ഏതുവഴിയാണോ ഈ പ്രദേശത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് അതിലൂടെ തന്നെ ഉൾവനത്തിലേക്ക് മടക്കി അയക്കാനുള്ള നടപടികൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂട്ടായി ചേർന്നുകൊണ്ട് നടത്തും. തീർച്ചയായിട്ടും ഇതിനോട് എല്ലാ പരിസരവാസികളും സഹകരിക്കുകയും വേണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ. ഇന്ന് നമ്മൾ ആന ദൗത്യം രാവിലെ 7 മണിക്ക് ആരംഭിച്ചു. പക്ഷേ ആനയെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചുവെങ്കിലും അത് ലൊക്കേറ്റ് ചെയ്തിട്ട് കൂടുതൽ ടീമുമായിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്തെങ്കിലും നമുക്കിപ്പോൾ അതിപ്പോൾ നമ്മളെ കൺവട്ടത്തിൽ നിന്ന് മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാഫിനെ നിർത്തുന്നതാണ്. ശരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് പാറ്റേൺ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ 2-3 ദിവസം അതിനെ വാച്ച് ചെയ്തതിന് ശേഷം 25ന് ഏർലി മോർണിംഗിൽ വീണ്ടും ഈ ആന ദൗത്യം പുനരാരംഭിക്കാമെന്നാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ ദൗത്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.